എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ശിവരാത്രിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് ഏതായാലും നോൺ വെജ് ഒന്നുമില്ല, അല്ലെങ്കിൽ നോൺ വെജ് ഒന്നും അങ്ങനെ അധികം കഴിക്കാറില്ല. എന്നാലും ഇന്നൊരു പുതിയ ഡിഷാണ്. അത് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ താമസിച്ചിരുന്ന അടുത്തുള്ളവർ എനിക്ക് പറഞ്ഞു തന്നതാണ്. അത് ഏത് ജില്ലക്കാരുടെ ഒന്നും എനിക്കറിയില്ല. എന്തായാലും മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് അവിടെ നിന്നുള്ള ഫുഡല്ല അത്. അവരിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കുന്നതെന്നാണ് പറഞ്ഞത്. രാവിലെ നോക്കിയപ്പോൾ വളരെ ഈസിയാണ്, പ്രോട്ടീൻ റിച്ച് ആണ്. കാരണം കടല വെള്ളത്തിലിട്ടതാണ് കേട്ടോ, കഴുകിയൊക്കെ വെള്ളത്തിലിട്ടതാണ്. പിന്നെ കുറച്ച് അരി, ഇതിന് 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇതിന് 1 ഗ്ലാസ് കടല എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ വേണം, തേങ്ങ ചിരകിയത് വേണം. ഈ അരി നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ബിരിയാണി റൈസിൽ ഉണ്ടാക്കാം, അതുപോലെ പച്ചരി വെച്ചിട്ടുണ്ടാക്കാം. പക്ഷെ നല്ലത് ഇങ്ങനത്തെ വെള്ള അരി ഉണ്ടല്ലോ, ഇത് തോന്നിക്കണ് ഇതൊക്കെ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് വളരെ പെട്ടെന്ന്, രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അത് മതി എന്നുള്ളവർക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മളധികം ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടും ഇല്ലാത്തൊരു വിഭവമാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്, ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് രാവിലെ ഇപ്പോൾ കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തയക്കാനും കഴിക്കാനും ഒക്കെ നല്ലത്. എൻ്റെ മോളൊക്കെ വെച്ചാൽ അങ്ങനെ കഴിക്കും. ചിലർക്ക് പലഹാരം തന്നെ വേണം. ഇത് അവരുടെ ഒരു പലഹാരമായിട്ടാണ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കടല ഞാൻ കഴുകി ഒക്കെ വെച്ചതാണ്, കടല ഇടതിലേക്ക്. അത് കഴിഞ്ഞിട്ട് ഈ അരി ഇടാം. തേങ്ങ കുറച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി വേവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഇതിൻ്റെ മീതെ വരണം കേട്ടോ, അരിയുടെ മീതെ വെള്ളം വരണം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പ് എത്രയാണോ ആവശ്യത്തിന് അത് ഇടുക. ഏകദേശം 1 സ്പൂണോളം ഉപ്പിട്ടുണ്ട് ഞാൻ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യും. ഉപ്പിട്ടിട്ടുണ്ട്, തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇതൊരു 2-3 വിസിൽ നമുക്ക്, കടല പിന്നെ തലേ ദിവസം കുതിർത്ത് വെച്ചതാണ്. ഇത് 2-3 വിസിൽ വരട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് അച്ചാറ് കൂട്ടി കഴിക്കാം, എന്ത് കറി കൂട്ടിയൊക്കെ കഴിക്കാൻ കേട്ടോ. പക്ഷെ നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം. അതിന് ഞാൻ കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് ചെറുതായിട്ടല്ല നീളത്തിൽ കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റും ഉണ്ട്, ഇത്ര മതി ക്യാരറ്റ്. ആ ബീട്രൂട്ടിന് നമുക്ക് 1 കഷ്ണം ആപ്പിൾ കൂടി വേണം. ഹെൽത്തി സാലഡാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് വരണം, വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ഇത് ഞാൻ കുറച്ച് പീനട്ട് ഇതേപോലെ പുട്ടിൻ്റെ പാത്രത്തിൽ ആവി വെച്ച് വെച്ചതാണ് കേട്ടോ. ഇത് വേവിച്ചതാണത്, ആവി വെച്ചതാണ്. അത് ഇതിലേക്ക് ഈ പീനട്ട്, ആപ്പിള്, പിന്നെന്താ ബീട്രൂട്ട്, ക്യാരറ്റ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. തൈരൊന്നും ഒഴിക്കില്ല കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇടാം. എരിവും പുളിയും മധുരവും ഒക്കെ കൂടി ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകും. കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കണം. ലെമൺ കുറച്ച് പഴയത് ഒഴിക്കണം. നീരുണ്ടോ അതിൽ വരും. കുറച്ചും കൂടി ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. ലെമൺ ജ്യൂസ് കുറവാണ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. ക്യാരറ്റും ബീട്രൂട്ടും പീനട്ടും സവാളയും ഇട്ടിട്ടില്ല കേട്ടോ. ഹെൽത്തി സാലഡാണ്.
വെറൈറ്റി സാലഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുക്കർ വിസിൽ വന്നിരിക്കുന്നുണ്ട്. കുക്കർ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഒരു 3-4 വിസിലിന് എടുത്തതാണ് കേട്ടോ. ചോറും തേങ്ങയും കടലയും ഒക്കെ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വാഴ ഇടണം. ഞാൻ സ്റ്റൗ കത്തിക്കട്ടെ. ഈ പാത്രം എടുത്ത് വയ്ക്കാം. ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പൂരിയൊക്കെ കഴിക്കുന്നവർക്ക് ഒരു ചേഞ്ച് ആയിട്ട് രാവിലെ കഴിക്കാം, കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായാൽ കുറച്ച് കടുകിടാം. കടുകും പൊട്ടട്ടെ. കടുകൊക്കെ പൊട്ടിയിട്ട് അത് കുറച്ച് വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇടാം. അത് കഴിഞ്ഞു സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ സവാള. അതുകൂടി നന്നായി നോക്കിക്കാം. അത് കളറ് മാറി വരട്ടെ, അതുവരെ നോക്കാം. അതിന് മുൻപ് ഇവിടെ കുറച്ചും കൂടി തേങ്ങ ബാക്കിയുണ്ടല്ലോ, അതുകൂടി നമുക്ക് ഈ ചോറിലേക്ക് നമുക്ക് ഇടാം. ഉള്ളിയൊക്കെ ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് ഇതിലേക്ക് ഇടാം. നമ്മളൊരു വെറൈറ്റി ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ, ഹെൽത്തിയാണ്. കടലക്കറിയൊന്നും വെച്ചാൽ ആൾക്കാരധികം കഴിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കിയാൽ എല്ലാവരും കഴിച്ചോളും, കുട്ടികളായാലും അല്ലേ. അപ്പം നമ്മുടെ വെറൈറ്റി ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ പേരൊന്നും ശരിക്കും എനിക്കറിയില്ല കേട്ടോ. സാലഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഞാൻ ആവിയിലൊന്ന് 1 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ചിലർക്ക് ഒരു പച്ച ചോയ ഒന്നും ഇഷ്ടമാവില്ല. അതുപോലെ പീനട്ടും അങ്ങനെ ചെയ്താണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. 2-3 മിനിറ്റ് കൊണ്ട് എല്ലാം റെഡിയാവും. രാവിലെയൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.